ഇന്ന് യേശു ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയും. അതിങ്ങനെയാണ്: പുറമേയുള്ള ഒന്നിനെയും നിങ്ങൾ അശുദ്ധനാക്കാൻ പറ്റില്ല, ഉള്ളിലുള്ളതാണ് നിങ്ങൾ അശുദ്ധനാക്കുന്നത്. ഇതിൽ നിന്ന് ചോദിക്കാവുന്നൊരു ചോദ്യം: എന്താണ് നിങ്ങൾ ഉള്ളിൽ നിറച്ചത്? എന്താണ് നിങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുന്നത്? ചില സമയങ്ങളിൽ നമ്മുടെ കൂടെയുള്ള ഒരാളുടെ വളർച്ച കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നുന്നുണ്ടോ? ചില സമയങ്ങളിൽ നമുക്ക് നമ്മുടെ കഴിവിനെ ഓർത്ത്, നമ്മുടെ അറിവിനെ ഓർത്ത്, നമ്മുടെ സ്ഥാനത്തെ ഓർത്ത് അഹങ്കാരം തോന്നുന്നുണ്ടോ? ചിലപ്പോൾ നമ്മളുടെ കൂടെയുള്ളവർ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നുന്നുണ്ടോ? നമ്മളിങ്ങനെ ചില സമയങ്ങളിൽ നമുക്ക് പോലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ പെരുമാറുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിന് കാരണം? കാര്യം ഇത്രയേ ഉള്ളൂ: നമ്മൾ എന്താ ഉള്ളിൽ നിറച്ചിരിക്കണേ? അതാണ് പ്രശ്നം. ഈ പുറമെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതിൻ്റെ പേരിൽ നമ്മുടെ ഉള്ളെന്തിനാണ് പിടയുന്നത്? ഉള്ളെന്തിനാ എത്രത്തോളം ആകുലപ്പെടുന്നത്, അസ്വസ്ഥമാകുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത് പുറമേയുള്ള അവരുടെ പ്രശ്നമല്ല, നമ്മുടെ ഉള്ളിൻ്റെ പ്രശ്നമാണ്. ഉള്ളിലെന്തോ നിറച്ചിട്ടുണ്ടോ അത് പെട്ടെന്ന് പുറത്തു വരും. അത് ദേഷ്യമായിരിക്കാം, അഹങ്കാരമായിരിക്കാം, അസൂയയായിരിക്കാം, എന്തോ ആയിരിക്കാം. ഇനി നമ്മളൊന്നും അത്ര മോശക്കാരുമല്ല. ചില സമയങ്ങളിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ മുമ്പിൽ കൈ നീട്ടുമ്പോൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ പോലും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് കാശ് കൊടുക്കാറില്ലേ? നമ്മുടെ മുമ്പിൽ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ആ കാര്യം നടത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കാറില്ലേ? ഇങ്ങനെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഒത്തിരി കരുണയുള്ളവരാവും, ഒത്തിരി സ്നേഹമുള്ളവരാവും. എല്ലാം ഉള്ളിൽ നിറച്ചു എന്ന് പറയുമ്പോൾ എന്താണ് കൂടുതൽ നിറച്ചത്? അതാണ് ചോദ്യം. ഈ കൂടുതൽ നിറച്ചതാണ് നമ്മളെ വിലയിരുത്താൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നല്ലവരാണ്, നമ്മളത്ര മോശക്കാരൊന്നുമല്ല. പക്ഷേ കൂടുതൽ നിറച്ചത് കൂടുതൽ പുറത്തു വരും. ഓർക്കേണ്ടത്, നമ്മൾ കൂടുതൽ സ്നേഹവും കരുണയും വാത്സല്യവും നിറച്ചാൽ അത് കൂടുതൽ പുറത്തു വന്നുകൊണ്ടേയിരിക്കും. കൂടുതൽ നമ്മൾ അസൂയയും അഹങ്കാരവും ദേഷ്യവും നിറച്ചാൽ അത് പുറത്തു വന്നുകൊണ്ടേയിരിക്കും. ഏതാ നിറച്ചത്? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.